ഓക്കെ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം നമുക്ക് ഡൈനസോറിൻ്റെ എഗ്ഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ ഗായ്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാട്ടെ. ശരി, ഞാൻ വീണ്ടും പറയണേ, ഇപ്പോൾ മാറിപ്പോയിട്ട് നമ്മുടെ കഴിഞ്ഞ അതല്ല ഗൈസ്, നമ്മുടെ ഡൈനസോറിൻ്റെ എഗ്ഗ് നമുക്ക് അങ്ങനെ കണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യമാണ് പെട്ടെന്ന് നടന്നത്. നമ്മളിത് കോരിയെടുത്ത മണ്ണാണ് ഇത്. ഇത്ര നേരം പണിയെടുത്ത് അങ്ങനെ ദേ കുറേ നേരത്തെ കഷ്ടപ്പാടിക്ക് ശേഷം നമ്മുടെ ഉണ്ട് ഷിൻചാൻ്റെ ഉണ്ട്. പക്ഷെ കൂടുതൽ ഷിൻചാനും ബീച്ചാനും കൂടി വന്നിട്ടാണ് കേട്ടോ, ചോപ്പും കൂടി വന്നിട്ടാണ് ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാട്ടിയതിട്ടോ. അപ്പോൾ നമുക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടും എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സാധനം കിട്ടി ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി പറയുന്നത് ഒരു വെയിറ്റുള്ള വാക്കല്ലേ. എങ്ങനെയുണ്ട്? പക്ഷെ ഇത് കൊള്ളാട്ട, സാധനം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇതെടുത്ത് വണ്ടിയിൽ കയറ്റണം. അപ്പോൾ നമുക്ക് ഷിൻചാനും ബിൻചാനും ചോപ്പിനൊക്കെ കയറ്റി നമുക്ക് വീട്ടിൽ പോയി വിരിയോന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഗോളടിച്ചു ഗൈസ്. അപ്പോൾ ഡൈനസോറാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ വിരിയിക്കണം എന്നറിയില്ല. സാധാരണ ഈ കോഴി മുട്ട ഇടണ പോലെ വിരിയിച്ച് നോക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളിത് ഷിൻചാനും പിൻചാനും കാറിൻ്റെ അകത്ത് കയറ്റിയിട്ട് മുട്ടയും ചോപ്പിനെയും മേലെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ തെറിച്ച് പോയില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈനസോറിൻ്റെ എഗ്ഗ് എന്തായാലും വിരിയിച്ച് നോക്കണം. അത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് പോലെ ആയിരുന്നു ഗൈസ്. അത് പെട്ടെന്നായിട്ടുണ്ടായി. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് ഡൈനസോറിൻ്റെ എഗ്ഗ് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഡൈനസോറിൻ്റെ എഗ്ഗാണ്. അപ്പോൾ ഏത് ടൈപ്പ് ഡൈനസോറാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇട്ടോളൂ ഏത് ടൈപ്പ് ഡൈനസോറാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി വേഗം പോകാട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ന്യൂസ് വേറെ ആരുടെ അടുത്ത് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ജനക്കൂട്ടവും സയൻറ്റിസ്റ്റ് മാറിയും എല്ലാവരും കൂടി വരും നമ്മുടെ വീട്ടിലേക്ക് ഈ എഗ്ഗ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കണം കേട്ടോ. നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് പോലും പറയാൻ പറ്റില്ല. ലെസ്റ്ററിന് ഇപ്പോൾ കിട്ടിയ പൈസയ്ക്ക് ഈ മുട്ട വിറ്റ് കളയും കേട്ടോ. അജാതി ടീമാണ് അവൻ. അപ്പോൾ നമുക്കെന്തായാലും വേഗം പോവാം. അപ്പോൾ നമുക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്തിട്ട് പറയണമെന്നറിയില്ല കേസ്. അങ്ങനത്തെ ഡൈനസോറിൻ്റെ എഗ്ഗേ ആരെങ്കിലും പ്രതീക്ഷ ഇത്ര ആൾക്കാർ വന്നിട്ട് ലോസ് ആൻഡോസിലും ഈ ലോകത്തിലെ ആൾക്കാർ വന്നിട്ട് പോലും കിട്ടാത്ത മുട്ടയാണ് കേസ് നമ്മുടെ ഷിൻചാനും പിൻചാനും കിട്ടിയാണ് കേട്ടോ. നമ്മുടെ ഷിൻചാനാണ് സാധനം കിട്ടിയാണ്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് എത്തിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഡൈനസോറിൻ്റെ എഗ്ഗ് എൻ്റെ പൊന്ന് ഗൈസ്. നമ്മളങ്ങനെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡൈനസോറിൻ്റെ എഗ്ഗ് എന്തായാലും നമുക്ക് താഴെ കൊണ്ട് ഇറക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മളത് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മുട്ടയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വിരിയാനുള്ള സമയം മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, രാത്രി കേട്ടാ. രാത്രി ഇപ്പോൾ ഇതെന്തോ പച്ച കളർ പോലെ കത്തിയിട്ടാ. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ അറിയത്തില്ല. പക്ഷെ എന്താണാവോ ഡൈനസോറിൻ്റെ എഗ്ഗ് ഇങ്ങനെ പച്ച കളർ കത്തുമെന്ന് അറിയില്ല. ഇനി ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി ഇനി വേറെ എന്തെങ്കിലും ചെയ്തിടന്നാണെന്ന് അറിയില്ല കേട്ടാ. അപ്പോൾ പണി പാടാവോ ദൈവമേ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ കാലത്തോട്ടൊരു പക കഴിച്ചിട്ടില്ല. കാരണം ഇത് വിരിയാനായിട്ടുള്ള ടൈമിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടാ. ഇപ്പോൾ വിരിയുന്ന ആലോചിച്ച് നിൽക്കണം. പക്ഷെ ഇനിയിപ്പോൾ വല്ല ഇക്യുബുലേറ്ററൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരുമോ? സാധാരണ മറ്റേ ഈ മുട്ടയൊക്കെ വിരിയാൻ വേണ്ടി ഇക്യുബുലേറ്ററൊക്കെ സെറ്റ് ചെയ്യില്ലേ? അപ്പോൾ അതുപോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യേണ്ടി വരുമോയെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ മുന്നേ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഡൈനസോറിൻ്റെ എഗ്ഗില്ല നാച്ചുറലിലേക്ക് ഇങ്ങനെ വിരിയായിരിക്കും. അപ്പോൾ ഇത്ര കൊല്ലം എന്താണോ ഇത് വിരിയാത്ത? അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കേണ്ടി വരും. നമ്മളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷിൻചാൻ ഇവിടെ ഇരിക്കും, ഇടയ്ക്ക് ചോപ്പ് ഇരിക്കുക, ഇടയ്ക്ക് ഞാനിരിക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് നോക്കണം. വീടിൻ്റെ പുറത്ത് ഇറങ്ങാറില്ല നമ്മൾ കൂടുതലും. കാരണം ഇതിൻ്റെ വിരിയാനുള്ള സമയം നോക്കി ഇരിക്കാനുണ്ടോ. ഇപ്പോൾ വിരിയുമെന്ന് ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത കാലത്തായി അപ്പോഴും വിരിഞ്ഞിട്ടില്ല, രാത്രിയായി വിരിഞ്ഞിട്ടില്ല, ഇനി കാലത്താവേണ്ടി വരും, കാലത്തായി വിരിഞ്ഞിട്ടില്ല. ഇതങ്ങനെ വിരിയണ ടൈപ്പ് എല്ലാം തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ചുകൂടി നാൾ വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഗൈസ് 4 ദിവസമായിട്ടാ ഈ സാധനം വിരിയണില്ല. എനിക്ക് തോന്നണില്ല ഗൈസ് ഈ സാധനം വിരിയുന്നുള്ളത്. ഇതിപ്പോൾ വേറെ എന്തെങ്കിലും കെമിക്കലൊക്കെ ആഡ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് ഗൈസ്. അല്ലാണ്ട് ഈ സാധനം വിരിയണമെന്ന് എനിക്ക് തോന്നണില്ല. നാച്ചുറലായിട്ട് വിരിയുമെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് എന്തായാലും സയൻറ്റിസ്റ്റ് എടുത്ത് പറയാൻ പറ്റില്ല. സയൻറ്റിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധനം എടുത്തിട്ട് പോകും. എന്നിട്ട് വല്ല ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും.
അപ്പോൾ നമുക്ക് അതിനും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകിൽ സയൻറ്റിസ്റ്റുകൾ ഇതിങ്ങനെ പറയാം, നമുക്കിങ്ങനെ ഒരു വിരിയാത്ത മുട്ടയുണ്ട്, അതെങ്ങനെയെങ്കിലും വിരിയിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധനം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നാളെ കാലത്താവട്ടെ കേട്ടോ, ഇന്നും കൂടി നോക്കാം, നാളെ കാലത്ത് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ കാലത്തായി, അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാനും പിൻചാനും ചോപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്കിനി തോന്നണില്ല ഗൈസ് ഈ സാധനം വിരിയും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ തന്നെ പോയി ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മുട്ടയുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഈ സാധനം വിരിയാത്തത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സയൻറ്റിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ അവരതിൽ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തരാണെങ്കിൽ നമുക്ക് ലാഭമായി നമുക്കിത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. വണ്ടിയിൽ അതിൻ്റെ ഇടയ്ക്കൂടെ എവിടെയൊക്കെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടല്ലോ. പോലീസുകാരല്ലേ ഇത്? ഓക്കെ ഗൈസ്, പോലീസുകാരാണ് കേട്ടോ ഇത്. ഞാൻ വെറുതെ നോക്കി, ഞാൻ ആദ്യം പോലീസെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ന്യൂസ് എങ്ങനെ അവരറിഞ്ഞാൽ പോലീസ് ഇതേ പെട്രോളിന് വന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരൻ ഇനി ഇവരറിഞ്ഞിട്ട് ആ മുട്ട എടുക്കാൻ വേണ്ടി വന്നാന്ന് വിചാരിച്ചുട്ടാ പെട്ടെന്ന്. അപ്പോൾ അതല്ല, വിഷയമില്ല, സീനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ അവിടേക്ക് പോവാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളട്ടാ. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ ഏർലി ഇൻ ദ മോർണിംഗാണ് നമ്മൾ പോകണേ ഗൈസ്. ഏർലി ഇൻ ദ മോർണിംഗിലാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ അടുത്ത് പോകണത്. എന്തായാലും സയൻറ്റിസ്റ്റുകൾ നേരത്തെ കാലത്തൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തായാലും നേരത്തെ കാലത്തൊക്കെ ജോലി ഉണ്ടാവുമല്ലോ. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ സയൻറ്റിസ്റ്റുകളുടെ ഏരിയയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ദൂരം നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ അവിടെയാണ് സയൻറ്റിസ്റ്റുകൾ. പക്ഷേ ഇത് അത്രയ്ക്ക് വലിയ സീനില്ലാത്ത മിലിറ്ററി ബേസാണ് കേട്ടോ. നമുക്ക് ആർക്കായാലും പോകാം. ചെറിയൊരു സെറ്റപ്പുള്ള മിലിറ്ററി ബേസാണ്, തുറക്കാത്ത എന്താത്തോ ഒക്കെ കണക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയി നോക്കാം. അപ്പോൾ ഇതാണ്ട നമ്മുടെ സയൻറ്റിസ്റ്റുകൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറി പോവാം. അപ്പോൾ ഇവിടെ ആരും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴികളൊക്കെ സ്ഥിരമായി, കാരണം നമ്മളിത് വന്ന് ശീലമായിട്ട ഗൈസ്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വേഗം അകത്ത് കയറി പോവാം. അപ്പോൾ ഇവിടെ നിന്ന് ആരും കാണാനില്ലല്ലോ. നമുക്ക് പിന്നെ അത് ശീലമായിട്ട് ഈ വഴി വന്ന് അതായത് നമുക്ക് വലിയ കുലക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏതെങ്കിലും എവിടെ നിൽക്കണേ എന്നുള്ളതാണ് നമുക്ക് സയൻറ്റിസ്റ്റുകൾക്ക് സംശയമായിട്ടുള്ളത്. സംശയം അവിടെ ഡൗട്ട് ഇട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി തന്നെ നോക്കാം. ഇവിടെ നിന്നൊരു മനുഷ്യനെ കാണുന്നില്ലല്ലോ, എല്ലാവരും പോയാ. എനിക്ക് തോന്നുന്നില്ലേ കാലത്ത് എന്ന ടൈമിലായിട്ടുള്ളൂ. പക്ഷെ എന്തായാലും കുറച്ച് സയൻറ്റിസ്റ്റുകൾ അവിടെ ഉണ്ടാവും കേട്ടോ, അത് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു മനുഷ്യനെ കാണാനില്ലല്ലോ. ഇനി ഇവിടെയാണ് ലാസ്റ്റ് പ്രതീക്ഷ. ആകെ ഐസേ നിൽക്കുന്ന സയൻറ്റിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കാര്യം പറയാം. ഇങ്ങനെ ഒരു മുട്ടയുണ്ട്, നമുക്കത് പരുന്തിൻ്റെ ആണോ അതോ എന്തിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ അത് വിരിയിക്കാനായിട്ടുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സയൻറ്റിസ്റ്റ് പറയുന്നത് സാധനമൊക്കെ തരാം, പക്ഷെ ഒരു തുള്ളി ഒഴിച്ചാൽ പറയുന്നുണ്ട് കേട്ടോ. കുറേ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു തുള്ളി ഒഴിച്ചാൽ മതി, അപ്പോൾ തന്നെ അത് പിറ്റേ ദിവസത്തേക്ക് വിരിഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പൈസ ആണ് പ്രശ്നം. പൈസയ്ക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും 1.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. പാവല്ലേ, നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ നമ്മുടെ നിന്ന് പൈസ മേടിക്കുന്ന ആൾക്ക് കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമ്മളെന്തായാലും ആ എമൗണ്ട് അങ്ങോട്ട് കൊടുത്തേക്കാം. വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇയാളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് കേട്ട് മടുത്തു കേട്ടോ. അപ്പോൾ ഇയാൾ കുറച്ച് നേരം ഇതിനെ പറ്റി പറയുന്നു. അപ്പോൾ ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഈ സാധനം അങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ നമുക്ക് വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളങ്ങനെ കുറച്ച് നേരത്തെ ക്ലാസ്സിന് ശേഷം നമ്മളങ്ങനെ ഇത് അടിച്ച് മാറ്റി പോവാണ് കേട്ടോ. അടിച്ച് മാറ്റിയല്ല, പൈസ തന്നെ കൊടുത്തു. അപ്പോൾ ഇയാൾ കുറച്ച് ക്ലാസ് കേൾക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, സയൻറ്റിസ്റ്റുകളല്ലേ, ഇവർക്ക് ആർക്കെങ്കിലും ഇതിന് കിട്ടിയതിന് വ്യാജകം അടിക്കാൻ വേണ്ടി മാത്രം ഇവർ കുറേ ടൈം എടുക്കും കേട്ടോ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിക്സ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇതിൻ്റെ വിരിയിച്ചാൽ പോരെ കേസ്. അപ്പോൾ വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ വണ്ടിയെടുത്ത് പോവാം. നമ്മുടെ വണ്ടിയെടുത്ത് പോയിട്ടാണ് നമുക്ക് നമ്മുടെ എഗ്ഗ് വിരിയിക്കാനായിട്ടുള്ളത്. ഓക്കെ ഗൈസ്, നമ്മളത് അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, നമ്മൾ ഇതുവരെ ആരും അറിയിക്കാണ്ടാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ വലിയ വിഷയമില്ല. അപ്പോൾ വേഗം പോവാം. അങ്ങനെ ഗൈസ്, നമ്മുടെ ഡൈനസോറിൻ്റെ എഗ്ഗ് വിരിയിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ മരുന്ന് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ അങ്ങനെ തന്നിട്ടുണ്ട്. പൈസ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ അത് ഡൈനസോറിൻ്റെ എഗ്ഗാന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി വേറെ വല്ല എഗ്ഗാണെങ്കിൽ ചമ്മി പൂട്ടാ. അപ്പോൾ നമ്മുടെ ഡൈനസോറിൻ്റെ എഗ്ഗാണെങ്കിൽ പൊളിക്കും. നമ്മളങ്ങനെ അത്രയ്ക്ക് ഹാപ്പി ആവും കേട്ടോ. നമ്മൾ ഇത്ര നേരം നമ്മുടെ ഷിൻചാനും പിൻചാനും ചോപ്പൊക്കെ അത്രയ്ക്ക് ഹാപ്പി ആവും. കാരണം അവർ ആ ഒരു പ്രതീക്ഷയിലാണ് വന്ന് നോക്കി കേട്ടോ. പക്ഷേ അതിൻ്റെ ആണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി
പിരീച്ച തന്നെ അതിനെ അറിയാൻ പറ്റില്ല. പിന്നെ സ്കാൻ ചെയ്തൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളത് സ്കാൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരറിയില്ല എങ്ങനെ ഡൈനോസോറിൻ്റെ എഗ് ആണെങ്കിൽ. ഓക്കെ, നമ്മളങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഓടി പോയിട്ട് നമ്മുടെ ആ മരുന്ന് നമുക്ക് നമ്മുടെ എഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്രയ്ക്കുള്ള കൈ.